എൻ്റെ ഒ പി ഡിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് വന്നു. ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തിട്ട് 6 മാസമായി. ടാബ്ലറ്റ്സ് എടുത്തു, കുറേ പാവയ്ക്കാനീര് വരെ പാവം കുടിച്ചു, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു. പക്ഷേ HbA1c കൂടി തന്നെയായിരുന്നു. കാരണം എന്താ? ആ കണ്ട വീഡിയോസും അറിഞ്ഞ അറിവുകളും തെറ്റായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. കേവലം മരുന്ന് മാത്രം എഴുതി കൊടുക്കുന്ന ഇതിൽ ഒതുക്കാൻ പാടില്ല എൻ്റെ കടമ. നേരെ മറിച്ച് ആൾക്കാർക്ക് അസുഖം വരാതിരിക്കാനും വന്നവർക്ക് അതിനെ പറ്റിയിട്ട് ശരിയായ അറിവ് കൊടുക്കാനുള്ള ഒരു കടമ കൂടി ഒരു ഡോക്ടർക്കുണ്ട്. ഡോക്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു ടീച്ചർ എന്നുകൂടിയാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പഴയ യൂട്യൂബ് ചാനലൊന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുകൂടെ തുടങ്ങുന്നു. ഞാൻ ഡോക്ടർ വീണ സാബു. ഒരുപാട് ഡയബറ്റീസ് പേഷ്യൻസിനെ ദിവസവും ഒ പി ഡിയിൽ നിന്ന് കാണുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് പറയുകയാണ്. ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഡയബറ്റീസിനെ പറ്റിയിട്ട് അറിവില്ലാണ്ടൊന്നുമല്ല പലരും വരുന്നത്. എന്നാൽ ആ അറിഞ്ഞു വെക്കുന്ന അറിവ് പലപ്പോഴും ഒന്നെങ്കിൽ ഒരു അയൽവാസിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഫോർവേഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ പലതരം യൂട്യൂബ് വീഡിയോസിൽ നിന്നിട്ടോ കിട്ടുന്ന അത്തരം അറിവുകൾ ഒരു 10 അറിവുകളെങ്കിലും ഉണ്ടായിരിക്കും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ആ 10ൽ ഒരു 6 എണ്ണവും തെറ്റായിരിക്കും. അത് അവരുടെ തെറ്റല്ല. ഇൻഫർമേഷൻസ് ധാരാളമായി കിട്ടുന്ന ഈ കാലത്ത് ഏതാണ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് എങ്ങനെ അറിയും? പക്ഷേ ഇത്തരം തെറ്റായ ഇൻഫർമേഷൻസിന് വലിയ കോൺസിക്വൻസസ് ഉണ്ടാകും. മരുന്നൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നിർത്തിയിട്ട് കിഡ്നി ഫെയിലിയറിലേക്ക് പോയ പേഷ്യൻസ്, അതുപോലെ മിറക്കിൾ ക്യൂർസ്, നാച്ചുറൽ റെമഡി എന്നെല്ലാം കേട്ടിട്ട് കാല് വരെ നഷ്ടപ്പെടേണ്ടി വന്ന പേഷ്യൻസ്, അതുപോലെ തികച്ചും യങ് ആയിട്ടുള്ള ആൾക്കാർ പ്രീ ഡയബറ്റീസിൽ നിന്നിട്ട് ഇതൊന്നും മാനേജ് ചെയ്യാതിരുന്നിട്ട് ഫുൾ ബ്ലോൺ ഡയബറ്റീസിലേക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാർ, ഇതൊന്നും ഇന്നവേറ്റബിൾ അല്ലായിരുന്നു. ഇതൊക്കെ പ്രിവെൻറ്റബിൾ ആയിരുന്നു. ശരിയായിട്ടുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അറിവാണ് പ്രശ്നം. ശരിയായ അറിവ് പകർന്നു തരിക എന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസിനെ പറ്റിയിട്ട് നിലനിന്ന് പോരുന്ന പല മിത്സ് ഉണ്ടാവും, മിഥ്യാധാരണകളുണ്ടാവും. പാവയ്ക്കാനീര് മുതൽ പഴങ്കഞ്ഞി വരെയുള്ള അത്തരം മിത്സിനെ പറ്റിയിട്ട് എവിഡൻസിൻ്റെ ബേസിസിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യും. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത്സ് ഉണ്ടാവും. ക്ഷമിക്കുമെന്ന് കരുതുന്നു. രണ്ടാമത്തത് ന്യൂലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗൂഗിളിൽ നിന്നിട്ടും പലതുമായിട്ട് കിട്ടാവുന്നത്ര അറിവുകളെല്ലാം ശേഖരിച്ച് പേടിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. ഡയബറ്റീസ് ഒരു മാനേജബിൾ കണ്ടീഷനാണ്, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ. മൂന്നാമത്തത്, കേരളത്തിലെ നമ്മുടെ ഭക്ഷണം, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കഞ്ഞി, കപ്പ, പുട്ട്, ഓണസദ്യ, ഇനി വരാൻ പോവാണ് ഓണസദ്യ. ഇതൊക്കെ ഡയബറ്റീസ് ഉള്ളവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കാതെ തന്നെ. നാലാമത്തത്, ഒ പി ഡിയിൽ ഞാൻ പലപ്പോഴായിട്ട് കാണുന്ന മറ്റ് പേഷ്യൻസിന് ഉണ്ടായിട്ടുള്ള അവരുടെ റിയൽ മിസ്റ്റേക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഒബ്വിയസ്ലി അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല, അത് തെറ്റാണ്. അത് അനോണിമസ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്യും സ്റ്റോറീസ് ആയിട്ട്, സോ ദാറ്റ് നിങ്ങളും അതേ മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുന്നത് പ്രധാനമായിട്ടും ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒന്നാമത്തത്, പുതിയതായിട്ട് ഡയബറ്റീസ് അറിഞ്ഞ മുറയ്ക്ക് പേടിച്ചിരിക്കുന്ന ആൾക്കാർ, അവിടെ ഇവിടെ എല്ലാം തിരഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ. രണ്ടാമത്തത്, അവരുടെ അപ്പനോ അമ്മയ്ക്കോ ഒക്കെ ഡയബറ്റീസ് ഉണ്ടാവും, പക്ഷേ ടാബ്ലറ്റ്സ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല, കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവില്ല, പക്ഷേ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്കും അറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാവുന്നതാണ്. സരളമായ ഭാഷയിൽ മലയാളത്തിൽ ഒരു ഡോക്ടർ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവർ കേട്ടേക്കാം. മറ്റത്, പ്രീ ഡയബറ്റീസ് ഉള്ള ആൾക്കാരോടാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട്. ഇതൊന്നും പ്രശ്നമില്ല, ഡയബറ്റീസ് വരുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അറിയുക, ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗോൾഡൻ പീരീഡാണ്. നിങ്ങൾ ആ പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ നിന്ന് ഫുൾ ബ്ലോൺ ഡയബറ്റീസിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. വേറെ ചിലരുണ്ട്, വർഷങ്ങളായിട്ട് ഡയബറ്റീസ് ഉണ്ടാവും, ഡയബറ്റീസിന് വേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ടാവും, ഡോക്ടറെ പോയി കാണുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും, എല്ലാം നല്ല വെൽ കൺട്രോൾഡ് ആണ് എന്ന് കരുതുന്നുണ്ടാവും. പക്ഷേ സൈലൻ്റായിട്ട് കോംപ്ലിക്കേഷൻസ് മറുവശത്തൂടെ വരുന്നത് അവരറിയണമെന്നില്ല. കാരണം പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ആയിട്ടായിരിക്കില്ല തുടങ്ങുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള സൈലൻറ്റ് ക്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഈ വീഡിയോസ്, ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതാണെന്നുള്ളത് താഴെയുള്ള കമൻറ്റിൽ പറയുമല്ലോ, ഞാനത് വായിച്ചു നോക്കും. ഈ ചാനലിൽ വരുന്ന കാര്യങ്ങൾ, ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങളുടെ ഡോക്ടർ വേണം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ആ ഡോക്ടറിനോട് ഇൻഫോംഡ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കയ്യിലുള്ള റോങ് ഇൻഫർമേഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഉള്ള ഇൻഫർമേഷൻ കറക്റ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോസ് നിങ്ങളെ സഹായിക്കും. ബിക്കോസ് ഇൻഫോം പേഷ്യൻറ്റ് മീൻസ് ബെറ്റർ ഔട്ട്കംസ്. ദാറ്റ്സ് വാട്ട് ദിസ് ഈസ് അബൌട്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യൂ. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നമ്മളിതിൽ ഇടും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയാം. അത് നമ്മൾ തെളിവ് സഹിതം നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എവിഡൻസ് ബേസ്ഡ് അഡ്വൈസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ എന്നല്ല, നേരെ മറിച്ച് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ ഷുഗറുള്ള ആരോ ആകട്ടെ, അവർക്കിപ്പം തന്നെ ഈ വീഡിയോ കണ്ടു തീരുന്നതിന് മുന്നേ തന്നെ വാട്സാപ്പിൽ ഇത് ഫോർവേഡ് ചെയ്തിടുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, അവിടെ ഇത് ഫോർവേഡ് ചെയ്തിടുക. കാരണം പരമാവധി ആൾക്കാരിലേക്ക് എത്തുക എന്നതുമാണ് നമ്മളുടെ ലക്ഷ്യം. ഒരുപാട് ആൾക്കാർ അറിഞ്ഞിരുന്നാൽ, ശരിയായ അറിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ മിസ് ഇൻഫർമേഷനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പക്ഷേ അത്തരം ഒരു അറിവ് പലതരം കോംപ്ലിക്കേഷൻസിൽ നിന്നും അവരെ രക്ഷിച്ചേക്കാം. ഒരു കിഡ്നി, ഒരു കാല്, അല്ലെങ്കിൽ ഒരു ഹൃദയം, ഒരു കണ്ണ് സേവ് ആയേക്കാം. അതുവഴി ഒരു കുടുംബവും രക്ഷപ്പെട്ടേക്കാം. നമുക്കിനിയും വീഡിയോസിൽ കാണാം. മാക്സിമം ഷെയർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നന്ദി.